പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 31 ചൊവ്വാഴ്ച. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 20-21 വാക്യങ്ങൾ. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസറുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുപ്പിനെന്ന് അവൻ അവരോട് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ പല ചോദ്യങ്ങളും നമുക്ക് നേരെ ഉയരാറുണ്ട്. എന്താണ് ശരി, എന്താണ് തെറ്റ്, ദൈവം നമ്മിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഒരിക്കൽ യേശുവിനോടും ഇതുപോലൊരു ചോദ്യം ഉയർന്നു. കൈസർക്ക് നികുതി കൊടുക്കേണ്ടതുണ്ടോ? ഇതായിരുന്നു ചോദ്യം. അപ്പോൾ യേശു അത്ഭുതകരമായ ഒരു മറുപടി നൽകി. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുക. ഈ മറുപടി ഒരു സാധാരണ മറുപടി മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തെ മുഴുവനായി മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരു ആത്മീയ സത്യമാണ്. ഇതിന് മറുപടിയായി യേശു തമ്പുരാൻ ഒരു നാണയമെടുത്ത് ചോദിച്ചു, ഇതിൽ ആരുടെ രൂപമാണ് കൊത്തിയിരിക്കുന്നത്? അവർ മറുപടി പറഞ്ഞു, കൈസറുടെ. അപ്പോൾ യേശു പറഞ്ഞു, അതിനാൽ അത് കൈസർക്ക് കൊടുക്കുക. എന്നാൽ ഇതിൻ്റെ ആഴത്തിലുള്ളതായ അർത്ഥം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാണയത്തിൽ കൈസറുടെ രൂപമുണ്ടെങ്കിൽ അത് കൈസറുടേതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ രൂപമുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെതായ. നാണയം കൈസറുടേതാകാം, പക്ഷെ ഹൃദയം ദൈവത്തിൻ്റെതായിരിക്കണം. നമ്മുടെ രൂപം ആരുടേതാണോ അവനോടാണ് നമ്മുടെ ജീവിതവും ബന്ധപ്പെട്ടിരിക്കുന്നത്. സഭാപിതാക്കന്മാർ ഇതിനെ വളരെ ആഴത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നിസായിലെ മോർ ബസേലിയോസ് ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ മുദ്ര പതിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് ദൈവത്തിന് തിരികെ നൽകേണ്ടത് നമ്മുടെ കടമയാണ്. അതുപോലെ സെന്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നു, നാണയം കൈസറിന് കൊടുക്കുന്നത് എളുപ്പമാണ്, എന്നാൽ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുക തന്നെയാണ് യഥാർത്ഥ ആരാധന. ദൈവത്തിന് വേണ്ടത് നമ്മുടെ പണം മാത്രമല്ല, നമ്മുടെ ഹൃദയമാണ്. സമ്പാദ്യം കൊടുക്കുന്ന മാത്രം മതിയാവുകയില്ല, സമർപ്പണം അനിവാര്യമാണ്. നമ്മുടെ സമയം ദൈവത്തിന് കൊടുക്കേണ്ടതുണ്ട്, സ്നേഹം കൊടുക്കേണ്ടതുണ്ട്, ജീവിതം തന്നെ കൊടുക്കേണ്ടതുണ്ട്. ദൈവത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ഇത് തന്നെയാണ്. ഇതാണ് നമ്മുടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയം ദൈവത്തിന് നൽകുന്ന വിശ്വാസികളായി നാം ഓരോരുത്തരും ആയിത്തീരുക. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഞാൻ ദൈവത്തിന് എന്താണ് കൊടുക്കുന്നത്? എൻ്റെ സമയം കൊടുക്കുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥന കൊടുക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയം കൊടുക്കുന്നുണ്ടോ? ദൈവത്തിന് നാം കൊടുക്കേണ്ടത് നമ്മുടെ വിശ്വാസവും സ്നേഹവും അനുസരണവും നമ്മുടെ മുഴുവൻ ജീവിതവുമാണ്. ദൈവത്തിന് ഒരു ഭാഗം മാത്രം കൊടുക്കുന്നത് മതിയല്ല, മുഴുവൻ ജീവിതവും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പങ്കാളി മാത്രമല്ല, ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉടമയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഒരു നാണയം പോലെയാണ്. അതിൽ ആരുടെ രൂപമുണ്ട്? ദൈവത്തിൻ്റെ രൂപമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. ഇന്ന് നമുക്കൊരു ഉറച്ച തീരുമാനമെടുക്കാം. എൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിന് ഞാൻ സമർപ്പിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ നിന്റെ രൂപത്തിൽ സൃഷ്ടിച്ചവനെ, ഞങ്ങളുടെ ഹൃദയവും ജീവിതവും നിനക്കുള്ളതാണ് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവേ, നിനക്ക് നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സമയം, സ്നേഹം, വിശ്വാസം എല്ലാം നിനക്കായി സമർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.